പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു പക്ഷേ യൂട്യൂബിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഹല്ലേലി എന്ന് പറയുന്ന ശുശ്രൂഷ കാണുന്ന വ്യക്തിയായിരിക്കാം. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നടക്കുന്ന ആ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയണമെന്ന് ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും. ഇന്ന് അതിനുള്ളൊരു അവസരം നിങ്ങൾക്ക് ഒരുക്കുകയാണ്. ഹല്ലേലിയ ഭവനം, ഞാനും എൻ്റെ ജീവിത പങ്കാളിയും 4 മക്കളും താമസിക്കുന്ന ഈ ഹല്ലേലിയ ഭവനം ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ ഭവനവും അതിൻ്റെ പരിസരവും വാ നമുക്കൊന്ന് കാണാമല്ലോ. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലൂടെ പോകുന്ന ഒരു ചെങ്കല്ല് പതിപ്പിച്ച റോഡ്. ഇത് കോൺക്രീറ്റ് ചെയ്യാനായിട്ട് പാസ്സായിട്ടുണ്ട്, എന്ന് നടക്കുന്നുള്ളത് അറിയത്തില്ല. ഇവിടുന്ന് ഒരു കഷ്ടി 100 മീറ്റർ പോയി കഴിഞ്ഞാൽ മെയിൻ റോഡാണ്. ഇപ്പോൾ മെക്കാടൻ ടാറിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. പെരുവമ്പറമ്പ് നെല്ലിക്കാംപോയി റോഡ്, അത് കല്ലുവയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ റൂട്ടിൽ നിന്ന് കയറി വരുന്ന റോഡാണിത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എൻ്റെ വീട്ടിലേക്ക് തിരിയുന്നത്. ഞാനിതിനു മുമ്പ് ഇവിടെ ഈ കല്ലുവയിൽ എത്തിപ്പെട്ട സംഭവത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. അതുകൊണ്ട് ഇതിനപ്പുറത്തൊരു വീട് കണ്ടു. അപ്പുറത്തൊരു വീടുണ്ട്, ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അവിടെ ഒരു വാർപ്പ് വീടുണ്ട്. പിന്നെ ഉള്ളത് ഇവിടെ ഒരു വീടുണ്ട്. ഈ 2 വീടിൻ്റെ കൂടെ നടുക്കുള്ള വീടായിരുന്നു ഇത്. ഇതൊരു ചെങ്കല്ലും ആസ്പെറ്റോസും ഇട്ടൊരു ഷെഡായിരുന്നു. അവിടുന്ന് തമ്പുരാൻ്റെ കൃപയാൽ ഒരു ചെറിയൊരു ഭവനമായിട്ട് ഞങ്ങൾ അത് പൊളിച്ചിട്ട് പണിതു. ഇത് ഒരു 17 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. ഇതിൻ്റെ മുമ്പിൽ അവിടെ ഒരു ചെറിയൊരു തോടുണ്ട്. ഇതാണ് ആ തോട്. ഇതിലെ വെള്ളം ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞ പ്രകാരം ഈ വീടിൻ്റെ മുറ്റത്ത് വന്ന് നിന്നപ്പോഴാണ് അന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത്, ഇതാണ് മോനെ, ഇതിന് 9 ലക്ഷം രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞത്. ഈ സ്ഥലത്തെക്കുറിച്ചാണ്. അന്ന് ഇവിടെ വരുമ്പോൾ ഈ പറമ്പിലൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. 2-3 ചെറിയ തെങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം മുറ്റത്തിൻ്റെ താഴെയായിട്ട് ഞങ്ങൾ കുറച്ച് കവുങ്ങും കുറച്ച് തെങ്ങുമൊക്കെ ആയിട്ട് നട്ടുപിടിപ്പിച്ചു. ഓക്കെ, ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാം. ഈ കാർപോറച്ച് അടക്കം 1163 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു ഭവനമാണ്. വീട് മാത്രം 1000-ൽ താഴെ സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. ഒരു വീട് പണിയുമ്പോൾ ഒരു പ്രാർത്ഥനാ മുറി ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയൊരു പ്രാർത്ഥനാ മുറിയാണ്. ഇതാണ് ഞങ്ങളുടെ ഹാള്. ലിവിങ് റൂമും ഡൈനിങ് ഹോളും എല്ലാം കൂടി ഒറ്റ ഹാളിലാണുള്ളത്. TV ഒക്കെ ഇപ്പോഴും പഴയ TV തന്നെയാണ്. മേടിച്ചിട്ട് എനിക്ക് തോന്നുന്നൊരു 15 വർഷത്തിലധികമായി. ഇപ്പോഴും കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു ഗസ്റ്റ് റൂമാണ്. പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. ഇതൊരു ബെഡ്റൂമാണ്. ഇതാണ് മെയിൻ ബെഡ്റൂം. ഇത് ഇങ്ങോട്ട് നേരെ അടുക്കള. അടുക്കളയിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയ. ഇത് നമ്മൾ വീടിൻ്റെ പ്ലാനിന് പുറത്തായിട്ട് എക്സ്ട്രാ പിടിപ്പിച്ചതാണ് വർക്ക് ഏരിയ. ഇവിടുന്ന് പുറകിലേക്ക് ഇറങ്ങാം. ഇനി പുറകിലേക്ക് അധികം സ്ഥലമില്ല. ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതുണ്ടോ, ഈ അടുക്കളയിൽ നിന്ന് ഇത്രയും പുറകോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഒരു തോടുണ്ട്. ഒരു വലിയ തോടൊന്നും പറയാൻ പറ്റില്ല, വലിയൊരു ആണി, ഒരു കാന. പക്ഷേ ഇതിലെ 365 ദിവസവും പറ്റാതെ വെള്ളം ഒഴുകും. അതുകൊണ്ട് ഞങ്ങൾക്ക് അലക്കാനും കുളിക്കാനും ഒക്കെ നല്ല സൗകര്യമാണ്. നല്ല ക്ലിയർ വെള്ളമാണ്. ഇതുണ്ടോ, ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇത്രയും ഇറങ്ങിയാൽ മതി. വീടിൻ്റെ സൈഡിലായിട്ട് ഒരു വിറകുപുരയും ഒരു ടോയ്ലറ്റും എല്ലാം കൂടി ഒരു ഷെഡുണ്ട്. ഓക്കെ, ഇവിടെ നിന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ നിന്നിട്ടാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്. ഈ ഒരു പോർഷനിൽ നിന്നിട്ടാണ് ഞാൻ സ്ഥിരമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നത്. ഗാന ശുശ്രൂഷയും മറ്റ് സൺഡേയിലുള്ള പരിപാടിയൊക്കെ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ്റെ ആ വാഗ്ദാനം അനുസരിച്ച് ഞാൻ വീണ്ടും ഞാൻ മുമ്പ് ചെയ്തിരുന്ന വചനപ്രഘോഷണ ശുശ്രൂഷ മേഖലയിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ്. എനിക്കൊരു ബിസിനസ്സും അതുപോലെ ഒരു ട്രാവൽസിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം നിർത്തി. ഇപ്പം ഇടയ്ക്ക് പാട്ടുപാടാനൊക്കെ ആയിട്ട് പോകാറുണ്ട്. പിന്നെ എൻ്റെ ജീവിത പങ്കാളി ഒരു മെൻ്റൽ റിട്ടാർഡ് സ്കൂളിലെ ടീച്ചറാണ്. അവർക്ക് കിട്ടുന്നൊരു ചെറിയ വരുമാനം. അപ്പോൾ അങ്ങനെ പിന്നെ തമ്പുരാൻ വളരെ ഭംഗിയായിട്ട് നയിക്കുന്നു. ദൈവപരിപാലനയിൽ ആശ്രയിച്ച് ഞങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നു. ഇതാണ് എൻ്റെ ചാച്ചൻ മരിച്ചു പോയിട്ട് ഇപ്പോൾ 9 വർഷം ആവുകയാണ്. ഈ 21-ാം തീയതി വരുമ്പോൾ ചാച്ചൻ മരിച്ചിട്ട് 9 വർഷം ആവുക. ഇതാണ് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ. മുമ്പ് ഈ ചുമര് മുഴുവൻ നമ്മൾ ചെയ്തിരുന്ന ആൽബങ്ങളുടെയൊക്കെ പോസ്റ്ററായിരുന്നു. 3ാമത്തെ മോളുടെ ആതിർവാനയായിട്ട് ബന്ധപ്പെട്ട് വീട് പെയിൻറ്റ് ചെയ്തപ്പോൾ അതെല്ലാം ഇളക്കി മാറ്റി. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ഞങ്ങൾക്കുണ്ടാകണം. നമ്മുടെ ശുശ്രൂഷ മേഖലയിലും ഇനി തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിലും ഒക്കെ. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് മുന്നേറാം.